ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മിന്നൂസിൻ്റെ വക ഞങ്ങൾക്ക് തന്ന ഒരു ട്രീറ്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ രണ്ട് നാത്തൂൻസാണ്, സജിത്താത്ത ആൻഡ് സബിത്താത്ത. മിന്നു ഏതാണ്ട് ഒരു കോഴ്സ് ഏതായാലും ഇരിക്കട്ടെ കേട്ടോ, ഒരു കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിന് ഞങ്ങൾക്ക് തന്ന ട്രീറ്റാണ്. മിന്നു ആശയും കൂടെ ഞങ്ങൾക്ക് തന്ന ട്രീറ്റാണ് കേട്ടോ. മിന്നുവിനെ ആശിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അവരുടെ നിക്കാഹിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. ഈ വരുന്ന മെയ് 1 ഇവരുടെ റിസപ്ഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും ആ വീഡിയോസായിട്ട് നമുക്ക് ഇനി മെയ് 1 ശേഷം കാണാം. ഇന്ന് എന്തായാലും ഉമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ഉമ്മ സാധാരണ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊന്നും വരാറില്ല. എന്തായാലും ഉമ്മ ഇന്ന് വന്നിട്ടുണ്ട്. ഉമ്മാനെയും വിളിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇതാ റിഞ്ചും ഉണ്ട്. ഇതിൽ മിസ്സായി പോയത് അഫ്രിയാണ് കേട്ടോ. അഫ്രിന് ഡെലിവറി കഴിഞ്ഞ് കുട്ടി ചെറുതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 8 മണിയോടുകൂടിയൊക്കെ പോയത്. അപ്പോൾ വന്നില്ല. മിന്നു ആശയും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അറിയാം, ഓരോരുത്തരും മാറി മാറി ഇരിക്കുന്നത് എന്താണെന്നറിയില്ല. അത് എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇപ്പുറത്തിരിക്കും, പിന്നെ കുട്ടികളെ ഇപ്പുറത്താക്കും, അങ്ങനെ നോക്കുമ്പോൾ മിന്നു ഈ സീറ്റിലൊക്കെയായിരുന്നു മിന്നു ആശയൊക്കെ ഇരുന്നത്. പിന്നെ കുട്ടികളൊക്കെ പാടെ അങ്ങനെ നീക്കി അങ്ങനെ ഒരു സൈഡാക്കി കേട്ടോ. ഏതാണ്ട് എല്ലാവരുടെയും സീറ്റൊക്കെ ഏകദേശം ഉറപ്പിച്ചു. അപ്പോൾ അവർ സെറ്റായപ്പോൾ അവർ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് ഐഷ, ദെൻ സമലുണ്ടായിരുന്നു, പിന്നെ സാലു, കുട്ടികളെയൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ബിശ്രി, സയ്യു, ഐദി, സാമുട്ടി. ഇങ്ങനെ ഫാമിലി ആയിട്ട് ഒരു ഡിന്നർ കഴിക്കാൻ പോകുന്നതിൻ്റെ വൈബ് അതൊന്ന് വേറെയാണ്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ പോകുന്നവർക്കൊരു പ്രതീക്ഷയായിട്ട് ആദ്യം വരുന്ന ഒരാളാണല്ലേ ഈ പ്ലേറ്റ്സ്. അപ്പോൾ പ്ലേറ്റ്സ് വന്നപ്പോൾ ഐഷ അതാ ഇങ്ങനെ ടിഷ്യൂ വെച്ച് ആ പ്ലേറ്റ് ഒന്ന് തുടയ്ക്കണ്ടായി കേട്ടോ. അതിനുശേഷം എന്തുണ്ടായിരുന്നു ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. This is not a job. This is Patra moral. The moral is don't take avation. Hello. Hello. Fast. Fast. What are you doing? Fast and furious. പ്ലേറ്റൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് എത്തിട്ടോ. ആദ്യം വന്നത് നൂഡിൽസ്, സാമുട്ടി ഓർഡർ ചെയ്ത നൂഡിൽസും ദെൻ സബിതാത്തയും ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് അഫ്ഗാനി ചിക്കനും ദെൻ പൊറോട്ട ദെൻ അൽഫാം. പിന്നെ അപ്പുറത്തുള്ള ഓർഡർ വലിയ ധാരണയില്ല. എന്തായാലും മന്തി, സമലിന് പിന്നെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വന്നതും എന്തോ സാമുട്ടിയുടെ ഫുഡ് ആദ്യം വന്നപ്പോഴേ അവന് വലിയ വെയിറ്റ് ആയിരുന്നു. പിന്നെ അവനത് എന്നോട് സെർവ് ചെയ്ത് തരാൻ പറഞ്ഞു. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഞാൻ അത്യാവശ്യം സെർവ് ചെയ്ത് കൊടുത്തു. പിന്നെ ആരുടെ ഫുഡൊന്നും നോക്കില്ല, ഏതാണോ ഫസ്റ്റ് വന്നത് അത് എല്ലാവരും ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ആരാണോ ഓർഡർ ചെയ്തതെന്ന് നോക്കില്ല, ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്യട്ടോ. അങ്ങനെ ഇതാ ബീഫ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റിലേക്ക്. ബീഫ് റോസ്റ്റിനെ ഒരു സൈഡാക്കിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ നൂഡിൽസ് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ നൂഡിൽസ് എടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. സയ്യും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഏത് ഫുഡ് ആദ്യം കഴിക്കേണ്ടതെന്ന് നോക്കിയിരിക്കും. അവൻ നന്നായി കഴിക്കത്തൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് അവനെ നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ട് നൂഡിൽസാണ് കേട്ടോ എടുത്തത്. പക്ഷേ ഒരുപാട് വൈകിയൊന്നുമില്ല കേട്ടോ, എല്ലാവരുടെയും ഫുഡ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ സമൽ ഓർഡർ ചെയ്ത മന്തി, അൽഫാം, ദെൻ ഐദി മയോണീസ് ലവറാ തോന്നുന്നു അല്ലേ. ദെൻ എല്ലാവരും ഓർഡർ ചെയ്ത് എല്ലാവരുടെ ഓർഡർ ഓൾമോസ്റ്റ് എത്തി. ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ജ്യൂസിൻ്റെ സെക്ഷനാണ്. ഞാൻ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ജ്യൂസായിരുന്നു കേട്ടോ. വേറൊരു റെസ്റ്റോറൻറ്റ് പോയപ്പോൾ വേറെ ആരുമല്ല, ബിശ്രി വാട്ടർമെലൺ ജ്യൂസിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം തന്നെ വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇടയ്ക്ക് മറന്നുപോയത് സാമുട്ടിക്ക് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവൻ എൻ്റെ പകുതി ജ്യൂസ് അടിച്ചു മാറ്റി. എന്തായാലും എൻ്റെ മോനല്ലേ, അതുകൊണ്ട് അടിച്ചു മാറ്റാനായിട്ട് ഒരു മടി ഉണ്ടാവില്ല. ഇതിന് ശേഷം വന്നൊരു താരമുണ്ട് കേട്ടോ. സബിത്താത്ത ഓർഡർ ചെയ്ത അനാർ ഫ്രഷ് ജ്യൂസാണ്. അതെങ്ങനെ കുടിക്കുന്നതെന്ന് സബിത്താത്തനെ സമ്മതിക്കണം. എന്തായാലും സജിത്താത്താക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത ശേഷം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് റിഞ്ചു ഓർഡർ ചെയ്ത മാംഗോ ജ്യൂസ് ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ ഐഷനോട് പറഞ്ഞു, ഒന്ന് സബിത്താത്ത ഓർഡർ ചെയ്ത ജ്യൂസ്, എക്സ്പ്രഷൻ കണ്ടോ, ഇതാണ് ആ ജ്യൂസിൻ്റെ അവസ്ഥ. എന്തായാലും സബിത്താത്തക്ക് പ്രോബ്ലം ഒന്നുമില്ല, നന്നായി സബിത്താത്ത നന്നായി അത് മുഴുവനായിട്ട് കുടിച്ചു കേട്ടോ. ഇതാരാ യെല്ലോ ഡേട്ടി ഫെല്ലോ? മാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. എൻ്റെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്നേഹസമ്മാനം കൊടുക്കാനല്ലേ എന്നെ കൊണ്ട് സാധിക്കൂ. എന്തായാലേ എൻ്റെ ഒരു കാര്യം, സാമുട്ടിക്കായിട്ട് ഒരു ബ്ലൂ മുജിറ്റോ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടെ ഈ മാംഗോ മുജിറ്റോ കുടിക്കുന്നത് വേറെ ആരുമല്ല, അത് എൻ്റെ ഈ മൂത്ത പുത്രൻ സമലാണ്. അവൻ ഈ മൊജിറ്റോ, അൽഫാം മന്തി ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ഫുഡും.
എന്തായാലും അത് നമ്മുടെ മിന്നു അടിച്ചു മാറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഓർഡർ ചെയ്യുന്നത് ആരും ആയിരിക്കും, പക്ഷേ അത് ടേസ്റ്റ് ചെയ്യുന്നതും വേറെ ആരെങ്കിലും ആയിരിക്കും. ഒന്നും വിചാരിക്കല്ലേ, സ്നേഹം കൊണ്ടാ. അത്രയ്ക്ക് സ്നേഹമുള്ള ഫാമിലിയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യം മാംഗോ ജ്യൂസ് വാങ്ങിച്ചിട്ട് ഫുഡ് ടെസ്റ്റർ പോലെ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സാമുട്ടി ഓർഡർ ചെയ്ത ബ്ലൂ മൊജിറ്റോ കിട്ടിയത് കേട്ടോ. അതിൽ അത്യാവശ്യം ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഒറ്റയ്ക്ക് കുടിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളെല്ലാവരും തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. സീ ദെൻ ബൈ. അസ്സലാമു അലൈക്കും.